തുടർച്ചയായ മൂന്നാം ദിനവും ഫലം കാണാതെ മിഷൻ ബേലൂർ മഖിന. ആന കാട്ടിക്കുളം മണ്ണുണ്ടിക്കും ബേഗൂരിനും ഇടയിലെ വനമേഖലയിൽ തുടരുകയാണ്. മുൾപടർപ്പുകൾ നിറഞ്ഞ അടിക്കാടാണ് ദൗത്യത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സുർജിത്ത്, അപ്പോൾ മൂന്നാമത്തെ ദിവസവും ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തൊക്കെയാണ് തടസ്സങ്ങൾ? എന്താണിനി RRT സംഘത്തിന്റെ അടുത്ത പദ്ധതി? മൂന്നാമത്തെ ദിവസവും ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ആ ആനയെ ഒരു ഉചിതമായ അനുയോജ്യമായ ഒരു സ്ഥലത്ത് കിട്ടുന്നില്ല, അനുയോജ്യമായ ഒരു സന്ദർഭത്തിൽ കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് വെല്ലുവിളി. ഇന്ന് ആനയെ നിരവധി തവണ നേരിട്ട് കണ്ടു. 2 തവണ മയക്കുവെടി വെക്കാനുള്ള ശ്രമം ഉണ്ടായി എന്നുള്ളതാണ് വനംവകുപ്പിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഇതനുസരിച്ച് ഇന്ന് രാവിലെ നേരത്തെ തന്നെ ദൗത്യം തുടങ്ങിയതാണ്. ഇന്ന് 5:30 കൂടിയാണ് ദൗത്യം ആരംഭിച്ചത്. 5:30 ശേഷം നിരവധി തവണ ഈ ആനയെ കണ്ടു. അതായത് ഈ മണ്ണുണ്ടി എന്ന് പറയുന്ന പ്രദേശം, അതോടൊപ്പം തന്നെ ഇരുമ്പുപാലം എന്ന് പറയുന്ന പ്രദേശം, ബേഗൂർ എന്ന് പറയുന്ന പ്രദേശം, ഈ 3 പ്രദേശത്തിൻ്റെ ഇടയിലായാണ് ഈ ആനയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല ഇതിനെ നിരവധി തവണ ഈ RRT സംഘം നേരിട്ട് കണ്ടതാണ്. അതൊരു 150 മീറ്റർ വരെ അകലയിൽ കണ്ടു എന്നാണ് പറയുന്നത്. 2 തവണ മയക്കുവെടി വെക്കാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട് എന്നും ദൗത്യസംഘം പറയുന്നുണ്ട്. ഇതിൽ രാവിലെ 11:30-ക്കും വൈകിട്ട് 4:30-ക്കും 2 തവണ മയക്കുവെടി ഉതിർക്കാനുള്ള ശ്രമം നടന്നു. പക്ഷേ കൃത്യമായ രീതിയിൽ തന്നെ ഈ ആനയെ ട്രാക്ക് ചെയ്യാൻ, അതായത് ഇതിനെ പിടികൂടാൻ കഴിയാതിരിക്കാനുള്ള കാരണം ഈ പ്രതിബന്ധമായിട്ടുള്ളത് അടിക്കാടാണ്. അടിക്കാട് ഒരു 3 ആൾ പൊക്കത്തിൽ വരുന്ന അടിക്കാട്, മുള്ള്, ഇതെല്ലാം തന്നെ നിറഞ്ഞ ഒരു സ്ഥിതിയാണ് ഉള്ളത്. സ്വാഭാവികമായും അതാണ് ഏറ്റവും ഗുരുതരമായ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് വനം വകുപ്പിനെ എത്തിച്ചിരിക്കുന്നത്. ഡോക്ടർ അജേഷ് മോഹൻദാസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം, വെറ്റിനറി സംഘം വനത്തിനകത്തേക്ക് കയറിയിട്ടുണ്ട്. മാത്രമല്ല ഡാർട്ടിംഗ് ടീമും ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോടൊപ്പം പോയിരുന്നു. കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ടൊരു ചേസ് ചെയ്തുകൊണ്ടൊരു നീക്കവും നടത്തിയിട്ടുണ്ട്. ഈ ഈ കുളത്തിന് സമീപം, അവിടെ ഒരു കുളമുണ്ട് വനത്തിനകത്ത്, ആ കുളത്തിന് സമീപത്ത് ഈ ആനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. ഇപ്പോൾ നമുക്ക് ഡ്രോൺ വിഷ്വൽസ് കൂടി ലഭിച്ചിട്ടുണ്ട്. ആ ഡ്രോൺ വിഷ്വൽ അനുസരിച്ച് ഇതിനൊപ്പം മറ്റൊരു മോഴയാന കൂടി സഞ്ചരിക്കുന്ന ദൃശ്യം കൂടി പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിനെ ട്രാക്ക് ചെയ്യുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മോഴയാന കൂടി ഒപ്പം യാത്ര ചെയ്യുന്ന ദൃശ്യമാണ് പുറത്ത് വന്നിട്ടുള്ളത്. ആ ദൃശ്യത്തിൽ ഇത് കുറ്റിക്കാടുകൾക്കിടയിലൂടെ സഞ്ചരിക്കുന്ന ദൃശ്യമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ദൗത്യം താൽക്കാലികമായി അവസാനിച്ചിരിക്കുന്നു. പക്ഷേ രാത്രിയിലും ഈ ആന ജനവാസ മേഖലയിലേക്ക് കടക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. 60-ലേറെ വനംവകുപ്പ് സംഘമാണ് ഈ മേഖലയിൽ തമ്പടിച്ചിട്ടുള്ളത്. അവരുടെ നേതൃത്വത്തിൽ ഇന്ന് രാത്രി ശക്തമായ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ, സന്നാഹങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ട് ഇത് ജനവാസ മേഖലയിലേക്ക് കടക്കാതിരിക്കാനുള്ള ശ്രമം നടത്തും. വനംവകുപ്പിന് മുന്നിൽ ഒരു അജണ്ട മാത്രമാണ് നിൽക്കുന്നത്. അത് ഈ ആനയെ ഏതു വിധേനയും മയക്കുവെടി വെക്കുക എന്നുള്ളതാണ്. കാരണം ഇത് ആ വനത്തിനകത്തേക്ക് തിരിച്ച് പോകുന്ന ഒരു ഘട്ടമുണ്ടായാൽ സ്വാഭാവികമായും അത് വീണ്ടും നാട്ടിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലൊരു സാധ്യത വരുമ്പോൾ അത് വലിയ രീതിയിലുള്ള ദുരന്തത്തിലേക്ക്, വീണ്ടും അത്തരം ആളുകളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ മയക്കുവെടി വെക്കുക എന്നല്ലാതെ മറ്റൊരു പോംവഴി ഇല്ല എന്ന് വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഇനിയും പരിശോധന തുടരും. ആനയ്ക്ക് വേണ്ടി ആനയെ പിടികൂടാനുള്ള ദൗത്യം തുടരും. നാളെ രാവിലെ ഇത് പുനരാരംഭിക്കുമെന്നുള്ളതാണ്. നാളെ രാവിലെ ഇതിൻ്റെ സിഗ്നൽ പരിശോധിച്ച ശേഷം പുലർച്ചെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വനമേഖലയിലേക്ക് അകത്തേക്ക് കടക്കും. അകത്തേക്ക് കടന്ന ശേഷമാകും മറ്റ് നടപടികളിലേക്ക് കടക്കുക. എന്തായാലും ആ കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. ഏറ്റവും നിർണായകമായ ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ആ ദൃശ്യങ്ങൾ അനുസരിച്ച് ഈ ആന സഞ്ചരിക്കുന്ന, അതായത് കുറ്റിക്കാട് നിറഞ്ഞ, പ്രതിസന്ധി നിറഞ്ഞ അന്തരീക്ഷത്തിലൂടെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ദൗത്യം നടപ്പാക്കുന്നത്. എത്രമാത്രം ആഴത്തിലുള്ളതാണ് ഇവരുടെ പ്രതിസന്ധി എന്നുള്ളത് മനസ്സിലാക്കുന്ന വിധത്തിലുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് ആകാശ ദൃശ്യങ്ങളിലൂടെ പുറത്ത് വന്നിട്ടുള്ളത്. അതിൽ ഒരു മോഴയാനയ്ക്കൊപ്പം ഈ ആന സഞ്ചരിക്കുന്ന 8 സെക്കൻഡോളം ദൈർഘ്യമുള്ള ദൃശ്യമാണ് വനംവകുപ്പിൻ്റെ പരിശോധനയിൽ വ്യക്തമായിട്ടുള്ളത്. എന്തായാലും അത് വലിയ രീതിയിലുള്ള ശ്രമകരമായ ദൗത്യമാണ്. അവർ പറയുന്ന പോലെ 3 ആൾ പൊക്കത്തിലോളം കാട് വളർന്നു നിൽക്കുന്നു. അതിനെ മുൾക്കാടാണ്, അതിനെ വകഞ്ഞു മാറ്റിയാണ് ദൗത്യസംഘം മുന്നോട്ട് പോകുന്നത്. പലപ്പോഴും ഈ കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ചേസ് ചെയ്തുകൊണ്ട് പിടികൂടാനുള്ള ദൗത്യമാണ് നടപ്പാക്കുന്നത്. ഇത് പക്ഷേ വെല്ലുവിളിയായി മാറുന്നത് ഈ ഇവിടുത്തെ ഭൂമിശാസ്ത്രം തന്നെയാണ്.
കുറ്റിക്കാടുകളും മറ്റും നിറഞ്ഞ മേഖലയാണ്. ആ പ്രതിസന്ധിയെ തരണം ചെയ്താണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായും അത് വലിയ വെല്ലുവിളിയായി തന്നെ നിലനിൽക്കുന്നു. പക്ഷേ നാളെ പ്രതീക്ഷയുടെ ദിവസമാണ്. നാളെ ഇത് ഒരുപക്ഷേ ഈ ആനയെ പിടികൂടാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെക്കുന്നു. ഇന്ന് പതിവിലും വിപരീതമായി വളരെ നേരത്തെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി. ആദ്യം ട്രാക്ക് ചെയ്യുന്ന ടീമാണ് വനത്തിനകത്തേക്ക് കയറിയത്. അതിനുശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, അതായത് രാവിലെ മൂടൽമഞ്ഞ് മാറിയപ്പോൾ RRT സംഘം അകത്തേക്ക് തിരിച്ചു. അതിനുശേഷം തൊട്ടു പിന്നാലെ തന്നെ വെറ്റിനറി സംഘം തിരിച്ചു. 2 തവണ ആന പ്രത്യക്ഷത്തിൽ വെടിവെക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് അത്രയും അകലത്തിൽ ആനയെ ലഭിച്ചു എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. എന്തായാലും 11:30-ക്കും 4:30-ക്കും അത്തരത്തിലുള്ള ശ്രമങ്ങൾ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. പക്ഷേ നേരിട്ട് കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. പിന്നീടാണ് ഉച്ചയ്ക്കോടെ കുങ്കിയാനകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ദൗത്യം തുടങ്ങിയത്. ഡ്രോൺ പറത്തിയത് വഴി അതിലും കുറെ കൂടി വ്യക്തതയുള്ള ആനയുടെ ദൃശ്യങ്ങൾ ലഭിച്ചു. അത് ഒരു മോഴയാനയ്ക്കൊപ്പം ഈ ആന, അതായത് ബേലൂർ മോഴയും മറ്റൊരു മോഴയാനയ്ക്കൊപ്പം സഞ്ചരിക്കുന്ന ദൃശ്യമാണ് ലഭിച്ചിട്ടുള്ളത്. ഇതെല്ലാം തന്നെ പ്രതിസന്ധിയാണ്. ഒരു ആന കൂടി ഇതിൻ്റെ ഭാഗമാകുമ്പോൾ സ്വാഭാവികമായും അതും ഇതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി തന്നെയാണ്. അതായത് ആ മോഴയാനയെ മറ്റൊരിടത്തേക്ക് മാറ്റിയ ശേഷം ഒരുപക്ഷെ അങ്ങനെ വേണ്ടിവരും ഈ ദൗത്യം നടപ്പാക്കാൻ. കൃത്യമായ രീതിയിലൊരു സ്ഥലം കിട്ടണം, അതുമായി ബന്ധപ്പെട്ട സന്ദർഭം കിട്ടണം. എങ്കിൽ അനുയോജ്യമായ വിധത്തിലുള്ള സന്ദർഭം കിട്ടിയാൽ മാത്രമേ മയക്കുവെടി വെക്കൽ സാധ്യമാകൂ. ആ ദൗത്യത്തിലേക്ക് നാളെ വനംവകുപ്പ് നീങ്ങും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. വേണു, സുർജിത്ത്, ഒരു മോഴയാന കൂടി വരുന്നത് പുതിയ വെല്ലുവിളിയാണ്. ഈ മോഴയാനയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വനം വകുപ്പിന് ലഭിച്ചിട്ടുണ്ടോ? ഈ വനമേഖലയുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള ആളുകൾ പറയുന്നതെല്ലാം തന്നെ ഈ മോഴയാന നേരത്തെ തന്നെ ഇവിടെയുള്ള ആനയാണ്. അതായത് ഈ വനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആന തന്നെയാണ്. പലപ്പോഴും ഈ റോഡരികിലെല്ലാം തന്നെ ഇത് വന്ന് നിൽക്കാറുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വനംവകുപ്പിൽ നിന്നും അതോടൊപ്പം തന്നെ ഈ നാട്ടുകാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചത് വഴി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇതനുസരിച്ചാണ് ഈ ആന എങ്ങനെ ഇതിൻ്റെ ഭാഗമായി എന്നുള്ളതാണ്. ഒരുപക്ഷെ വനത്തിനകത്തേക്ക് കയറിയ ഘട്ടത്തിൽ ഈ ആന കൂടി ഇതിൻ്റെ ഭാഗമായി. അങ്ങനെ 2 ആനകൾ ഒരുമിച്ച് നടന്നു പോകുന്ന ദൃശ്യമാണ് ലഭിച്ചിരിക്കുന്നത്. 2 മോഴയാനകൾ തന്നെയാണ് എന്നുള്ള സ്ഥിരീകരണവും ഉണ്ട്. ഈ പല ഘട്ടങ്ങളിലും ഈ 2 ആനകളെയും ഒരുമിച്ച് നേരിട്ട് കാണുന്ന അനുഭവം കൂടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിട്ടുണ്ട്. 2 തവണ ഇന്ന് വെടിവെക്കാൻ പാകത്തിന്, അതായത് 150 മീറ്ററോളം അകലെ വെച്ച് കണ്ടു. പക്ഷേ കുറച്ചുകൂടി അടുത്തേക്ക് എത്തിയാൽ മാത്രമേ ആ ദൗത്യം സാധ്യമാവുകയുള്ളൂ എന്നുള്ള ഒരു സ്ഥിതിയുണ്ടായി. സ്വാഭാവികമായും ഈ ഒരാൾ പൊക്കത്തിൽ നിൽക്കുന്ന കാടാണ്. ഈ കാടിൻ്റെ നിറവും ആനയുടെ നിറവും ഏതാണ്ട് ഒരുപോലെ തന്നെ ഒരു ചുവന്ന നിലയിലുള്ള നിറമാണ്. അടിക്കാടാണ്. കനത്ത വരൾച്ചയാണ് ഈ മേഖലയിൽ ഉള്ളത്. സ്വാഭാവികമായും ഇതെല്ലാം തന്നെ വരണ്ടുണങ്ങി മുൾപ്പടർപ്പായി മാറിയിരിക്കുന്ന 3 ആൾ പൊക്കത്തിലെ കാടാണ്. ആ കാട് വകഞ്ഞു മാറ്റി വേണം ഇതിനകത്തേക്ക് കടക്കാൻ. അങ്ങനെ ഒരു ദൗത്യം നടപ്പാക്കുക എന്നുള്ളത് ഏറെ ശ്രമകരമാണ് വനംവകുപ്പിൻ്റെ മുമ്പിൽ. അതിനാണ് കുങ്കിയാനകളെ കൂടി ഉപയോഗിച്ചത്. ഈ കുങ്കിയാനകളെ കൂടി ഉപയോഗിച്ച് അകത്തേക്ക് കയറുന്ന ഘട്ടത്തിൽ അത്തരത്തിലുള്ള ശ്രമത്തിനിടയിൽ ഈ ആന കുതറി മാറി, ഈ ആന മാറിപ്പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഒരു കുളത്തിന് സമീപം ഒരു ആനയെ കിട്ടിയതാണ്. പക്ഷേ അതിനെ മയക്കുവെടി വെക്കാനുള്ള ശ്രമം തുടങ്ങുമ്പോഴേക്കും അത് വീണ്ടും തെന്നി മാറി പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇതെല്ലാം തന്നെ ഈ ദൗത്യത്തെ സംബന്ധിച്ച് വലിയ അളവിലുള്ള പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കാൻ വനംവകുപ്പിന് കഴിയേണ്ടതുണ്ട്. നാളെ ഈ നാട്ടുകാർ ഒരു പ്രതിഷേധം നടത്തി നാളെ നാട്ടുകാരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ടീമായിരിക്കും പോവുക. അതിൽ 4 പേരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ആ 4 നാട്ടുകാരെ കൂടി ഈ ദൗത്യ സംഘത്തിൻ്റെ ഭാഗമാക്കി ഇവിടെ നിന്നും തെരച്ചിലിന് വേണ്ടി പോകാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അത് കാടറിയുന്ന ഈ നാട്ടുകാരായിട്ടുള്ള ആളുകളെ ആണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുക എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്നത്. ഈ 4 ആളുകളുടെ പേരുവിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചിട്ടുണ്ട്. അത് വലിയൊരു പ്രതിഷേധം ഈ മേഖലയിൽ വനംവകുപ്പിനെതിരെ ഉണ്ടായി. ഇത്ര നാളായിട്ടും ഇങ്ങനെ ഒരു മരണം നടന്ന് 4 നാളായിട്ടും എന്തുകൊണ്ട് പിടികൂടുന്നില്ല എന്നുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഇവരെ കൂടി ഉൾക്കൊള്ളിക്കണം, അതായത് നാട്ടുകാരുടെ ജനകീയ പങ്കാളിത്തോടു കൂടിയുള്ള തെരച്ചിൽ, കാടറിയുന്ന ആളുകളെ കൂടി ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ വേണമെന്നുള്ള ആവശ്യം ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളെല്ലാം ഉന്നയിച്ചു. വനംവകുപ്പ് അംഗീകരിച്ചു. നാളെ 4 പേർ കൂടി ഈ തിരച്ചിലിൻ്റെ ഭാഗമാകും. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കുറച്ചുകൂടി സുഗമമായ രീതിയിൽ തന്നെ വഴിയറിയുന്ന ഈ കാടറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒരുപക്ഷെ അത്തരത്തിലൊരു ദൗത്യം നടപ്പാക്കുക വഴി ഈ ആനയെ മയക്കുവെടി വെക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് വനംവകുപ്പിൻ്റെ മുമ്പിലുള്ളത്. ആ ഒരു ദൗത്യമാണ് നാളെ നടക്കാൻ പോകുന്നത്. നാളെ 200ഓളം RRT അംഗങ്ങൾ, അതായത് നിലമ്പൂരിൽ നിന്നും മണ്ണാർക്കാട് നിന്നും അട്ടപ്പാടിയിൽ നിന്നും ഉൾപ്പെടെ എത്തിച്ചിട്ടുള്ള RRT ടീം കൂടി
ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. കോഴിക്കോട് നിന്നും ഒരു ടീം എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ സന്നാഹങ്ങളോട് കൂടിയുള്ള തിരച്ചിലാണ് ഈ മിഷൻ ബേലൂർ മകനയ്ക്ക് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മേഖലയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി ഈ മേഖലയുടെ ഭൂമിശാസ്ത്രം തന്നെയാണ്. കുറ്റിക്കാടാണ്, അടിക്കാടാണ്. അത് വളർന്ന നിലയിലുള്ള കാടാണ്. അതിനെ തരണം ചെയ്ത്, മുള്ളിനെ തരണം ചെയ്ത് അത്രമാത്രം ഉൾപ്പടർപ്പായി മാറിയ ഇവിടെ പ്രാദേശികമായി കൊങ്ങിണി എന്ന് വിളിക്കുന്ന, ഈ കാട്ടപ്പ എന്നൊക്കെ വിളിക്കുന്ന സസ്യമാണ്. അതിങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന സ്ഥിതിയുണ്ട്. അതിനെ വകഞ്ഞു മാറ്റി വേണം പോകാൻ. അത് വലിയ രീതിയിലുള്ള ഒരു മുറിവുകളും മറ്റും ഈ RRT സംഘങ്ങൾക്ക് ഉണ്ടായ അനുഭവം കൂടിയുണ്ട്. ഇത്ര ദിവസം 3 ദിവസമായി വിശ്രമരഹിതമായ രീതിയിൽ തന്നെ അവർ അധ്വാനിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ആനയെ കീഴടക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ കാരണം അത് ഒരു സമയപരിധിക്കുള്ളിൽ ഓടി ഓടി മാറുന്ന അവസ്ഥയാണുള്ളത്. അതിനെ മയക്കുവെടി വെക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ച് നിൽക്കുമ്പോൾ അത് ഒഴിഞ്ഞു മാറി ഓടി മാറുന്ന ഒരു സ്ഥിതിയുണ്ട്. സ്വാഭാവികമായും അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ആ വെല്ലുവിളിയെ അതിജീവിക്കാൻ നാളെ കഴിയുമെന്ന് പ്രത്യാശിക്കുന്നു ഇവിടുത്തെ ജനങ്ങൾ. ആനയെ മയക്കുവെടി വെക്കും എന്നുള്ള അത്തരത്തിലുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് വനംവകുപ്പ് പ്രവർത്തിക്കുന്നത്. മറ്റൊരു പോംവഴിയില്ല. ഒരുപക്ഷെ ഇത് റേഡിയോ കോളർ ഘടിപ്പിച്ച കോൺഫ്ലിക്റ്റ് ആനിമൽ പട്ടികയിലുള്ള കർണാടകയിൽ നിന്നുള്ള ആനയാണ്. സ്വാഭാവികമായും ഈ ആന ഈ ജനവാസ മേഖലയിലേക്ക്, കാട് കയറിപ്പോയാലും അത് ജനവാസ മേഖലയിലേക്ക് വരാം, വാഹനങ്ങളെ ആക്രമിക്കാം, മനുഷ്യരെ ആക്രമിക്കാം. അതുകൊണ്ട് തന്നെ മറ്റൊരു പോംവഴി വനംവകുപ്പിൻ്റെ മുമ്പിലില്ല. വെടിയുതിർക്കുക എന്നുള്ള, മയക്കുവെടി ഉതിർക്കുക എന്നുള്ള അജണ്ട മാത്രമാണ്. അതിനെ പിടികൂടി മുത്തങ്ങയിലെ ക്യാമ്പിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ആനയ്ക്ക് വേണ്ടിയുള്ള തടി കൊണ്ടുള്ള കൂട് അടക്കം സജ്ജീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. അത്തരം സജ്ജീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. യൂക്കാലിപ്റ്റസ് മരങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ 25 അടി വിസ്തീർണമുള്ള 10 അടിയോളം ഉയരത്തിലുള്ള കൂട് സജ്ജമാക്കിയിട്ടുണ്ട്. എന്തായാലും ആനയെ പിടികൂടുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ജനങ്ങൾക്ക്, വനം വകുപ്പിന്. വേണു. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേർന്നത്.